ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹം എല്ലാ കാലവും മനുഷ്യനുണ്ടായിരുന്നു. ഇന്നും ഒരുപാട് പേര് മരണഭീതിയിലാണ് ജീവിക്കുന്നത്. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കരമായ ഭീതിയിലേക്കും അസ്വസ്ഥതകളിലേക്കുമൊക്കെ പലരും എത്തപ്പെടുകയാണ്. മരണത്തിനപ്പുറം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി തെളിവുകളുടെ അടക്കത്തിൽ എഴുതിയിരിക്കുന്നൊരു പുസ്തകം വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ മരണത്തിനപ്പുറമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 49 സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അകത്ത് എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കൽ ഒരു പ്രയോഗം എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടു. ആ വാക്യം 49 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യമാണ്. സ്വയാശ്രയക്കാരുടെ ഗതിയെക്കുറിച്ച് പറയുകയാണ്. പണത്തിലും സമ്പത്തിലും ഒക്കെ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ മാനത്തോടെയൊക്കെ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഒടുവിൽ പാതാളത്തിന് ആടുകളായി അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. ദൈവഭക്തൻ പ്രത്യാശയോടെ അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്, എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അപ്പോൾ മരണത്തിനപ്പുറം ബൈബിൾ പറയുന്ന പാതാളം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. മരണവും പാതാളവും, പാതാളത്തിൻ്റെ അധികാരം. പാതാളത്തിലേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുവാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മരണാനന്തരം മോശയുടെ ശരീരത്തെക്കുറിച്ച് പോലും പിശാച് തർക്കിച്ചെന്നും വാദിച്ചെന്നും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വാസ്തവമായി ദൈവത്തെ അറിയുന്നവർക്ക് മരണത്തെ പേടിക്കേണ്ടതുണ്ടോ, ഭയപ്പെടേണ്ടതുണ്ടോ? അല്ല, ഒന്നിനെയും അവർക്ക് പേടിപ്പാനില്ല. ഭയമെന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. ഭയമില്ലാത്ത മനുഷ്യരായിട്ട് ആരാണുള്ളത്? പക്ഷേ ആ ഭയത്തെ പല സമയങ്ങളിലും പിശാച് തൻ്റെ ഏറ്റവും വലിയ ആയുധമാക്കി മനുഷ്യ ഹൃദയങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥമായി ഭയത്തിൻ്റെ കാരണങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. 49 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം പരിശുദ്ധാത്മാവ് ദൈവഭക്തൻ്റെ ഹൃദയാന്തർഭാഗത്തിലെ ധ്യാനത്തെ നാവുകളിലൂടെ ഒരു പാട്ടെന്ന പോലെ നൽകി തരികയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 49 സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ അതിൻ്റെ 3 വാക്യം, എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം ആയിരിക്കും. മനുഷ്യർ ചോദിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ദരിദ്രൻ്റെ അവസ്ഥ എന്താണ്? ധനവാൻ്റെ അവസ്ഥ എന്താണ്? മനുഷ്യജീവിതം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? അതിൻ്റെ ക്ഷണികത, അതിനെക്കുറിച്ചൊക്കെ ബൈബിൾ എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധി കൊണ്ടും അധ്വാനം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടുമൊക്കെ നമുക്ക് സമ്പന്നരായി തീരാനായിട്ട് പറ്റും. നമ്മുടേതെന്ന്, നമ്മുടെ സ്വന്തമെന്ന് നമുക്ക് ചിലതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തപ്പെടില്ല. കാരണം മരണത്തിനും പാതാളത്തിനും അതിൻ്റേതായ അധികാരമുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. മരണത്തിൽ നിന്ന്, ആ മരണ ദിവസത്തിൽ നിന്ന് ഒരു വ്യക്തിയെയും രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. എത്ര വർഷങ്ങളായി വൈദ്യശാസ്ത്രം മനുഷ്യായുസിനെ ദീർഘിപ്പിക്കാനും മരണത്തെ ഇല്ലാതാക്കാനായിട്ടും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഏറിയാൽ 70, അതിൻ്റെ അപ്പുറം 80. മോശയിലൂടെയുള്ള വാക്കുകളാണ്. അതിനപ്പുറം പ്രതാപം, പ്രയാസം, ദുഃഖമാണ്. അപ്പോൾ മനുഷ്യന് വേണ്ടി ദൈവം മരണത്തെ നിയമിച്ചിരിക്കുമ്പോൾ മരണത്തിനപ്പുറത്ത് പാതാളമെന്നും പാതാളത്തിൻ്റെ ശക്തിയെന്നും ഒക്കെ പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു ദൈവജന സന്ദേശത്തിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആഴമായ വചനചിന്തകൾ നിങ്ങൾക്ക് നൽകട്ടെ. 49 സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഇത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കുക, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുക. അതായത് എല്ലാ മനുഷ്യരും
അറിയേണ്ടുന്ന സത്യം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും അറിയാനായിട്ടുള്ള ചില സത്യങ്ങൾ, വാസ്തവം നമ്മൾ അതേ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ ധനമാണ്, നല്ല ജീവിതമാണ്, പണമാണ് ആവശ്യം, അതിനപ്പുറം പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാൾ അധികം പണത്തെയും ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് ഒരു കൂട്ടം മുമ്പോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിത്തീരുമെന്നുള്ളത് വ്യക്തമായി ബൈബിൾ പറയുകയാണ്. വളരെ വേഗം 49-ാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ ദ്രുതഗതിയിൽ ഒന്ന് യാത്ര ചെയ്തു പോവുകയാണ്. രണ്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് സാമാന്യജനം, ശ്രേഷ്ഠജനം, ധനവാന്മാർ, ദരിദ്രന്മാർ. സമൂഹത്തിൻ്റെ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, ധനവാന്മാർ, സമ്പന്നന്മാർ, അങ്ങനെ ഒരു വ്യത്യാസവും വെക്കാതെ എല്ലാവരും നിർബന്ധമായും കേൾക്കാനായി പരിശുദ്ധാത്മാവ് സങ്കീർത്തനത്തിലൂടെ ആമേൻ അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നും നമുക്ക് തരുന്ന ഈ ഒരു ആലോചനകൾ എന്താണെന്ന് വളരെ ശ്രദ്ധാപൂർവം നമുക്കൊന്ന് കേട്ട് മുമ്പോട്ട് പോകാം. നാലാമത്തെ വാക്യം സദൃശ്യവാക്യത്തിന് ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ കടങ്കഥ കേൾപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആമേൻ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്തും ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? പല സമയങ്ങളിലും ഭയം എന്ന് പറയുന്ന ആ ഒരു വികാരം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് വെറും വികാരമൊന്നുമല്ല, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്നാണ് ഭയം എന്ന് പറയുന്നത്. ദുഷ്കാലത്ത് അകൃത്യം എന്നെ പിന്തുടരുമ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പലതരത്തിലുള്ള ഭയത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് നൽകിത്തരുന്ന ഒരു വലിയ ധൈര്യമുണ്ട്. അവിടുന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, ശക്തീകരിക്കുന്ന ദൈവമാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഒരു കമ്പാരിസനാണ്. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ധനവാനും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായ മനുഷ്യനും ദൈവഭക്തിയോടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനും ഇവരെ രണ്ടുപേരെയും സദൃശ്യപ്പെടുത്തി സമാന്തരമായി മുമ്പോട്ട് പോയി രണ്ടുപേരുടെയും ഭൂമിയിലെ അവസ്ഥയും മരണാനന്തര അവസ്ഥകളെക്കുറിച്ചും ബൈബിൾ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മനുഷ്യർ, രണ്ട് തരത്തിലുള്ള ജീവിതവും രണ്ട് തരത്തിലുള്ള മരണവും മാത്രമേ ഇന്ന് ഈ ഭൂമിയിൽ ബൈബിൾ പ്രകാരമുള്ളൂ. ഒന്ന്, പാപി തൻ്റെ പാപത്തിൽ മരിച്ച് അവൻ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ, ദൈവഭക്തൻ അവൻ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് അവൻ നിത്യവിശ്രാമത്തിലേക്ക് പോകുന്നു. എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പിന്നീട് വളരെ പെട്ടെന്ന് ചിന്തിക്കാം. 6-ാമത്തെ വാക്യത്തിൽ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, ധനത്തിൽ പ്രശംസിക്കുന്നവർ, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഇന്നും നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെക്കുറിച്ച് പറയുന്നത് അവർ തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുന്നു. അതെ, ജ്ഞാനികൾക്കും മൃഗപ്രായനുമെല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. അടുത്തത്, തങ്ങളുടെ ഭവനങ്ങൾ 11-ാമത്തെ വാക്യമാണ്, ശാശ്വതമായും വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും എന്ന് അവർ ചിന്തിക്കുന്നു. നിലങ്ങൾക്ക് അവരുടെ പേരിടുന്നു, പക്ഷേ മനുഷ്യൻ്റെ ബഹുമാനം ഒരിക്കലും നിലനിൽക്കത്തില്ല. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. എന്നാണ് അതിൻ്റെ അർത്ഥം? ധനത്തിൽ ജീവിച്ച് ധനം മാത്രം ജീവിത ലക്ഷ്യമായി കണ്ട് പണം നേടി സമ്പാദിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അവരെയെല്ലാം സമൂഹം ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യും. ഇന്നും അങ്ങനെ തന്നെയല്ലേ? കുറച്ച് നന്നായി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ എല്ലാവരും ബഹുമാനത്തോടെ നോക്കും. അവരുടെ വസ്തുക്കൾക്ക് അവരുടെ പേരിടുന്നു. തലമുറയായി ഇതൊക്കെ നിലനിൽക്കും, ദൈവമെന്ന് പറയുന്ന ഒരാളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ദൈവാശ്രയമില്ലാതെ ദൈവകൃപയെ അനുഭവിക്കാതെ മുൻപോട്ട് പോകുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത് അവർ പാതാളത്തിന് ആടുകളായി അവരെ ഏൽപ്പിച്ചു കൊടുക്കും, മൃത്യു അവരുടെ മേൽ വാഴും എന്നുള്ളതാണ്. എന്താണ് സത്യത്തിൽ പാതാളമെന്ന് പറയുന്നത്? കാരണം തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് 8-ാമത്തെ വാക്യത്തിൽ, സഹോദരൻ ശവക്കുഴി കാണാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ
ദൈവത്തിന് കൊടുക്കുവാൻ ആർക്കും കഴിയില്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ദൈവജന സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗത്തിലേക്ക് നമ്മൾ വളരെയാണ്. അതീവ ജാഗ്രതയോടെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. പഴയ നിയമ ഭക്തന്മാരാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവരൊക്കെ ദൈവസാന്നിധ്യ ബോധത്തിൽ ദൈവമുമ്പാകെ ഇരുന്ന് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും മനുഷ്യൻ്റെ അല്പായുസിനെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് അവരൊക്കെ ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവരുടെ ഹൃദയാന്തർഭാഗത്ത് പരിശുദ്ധാത്മാവ് നൽകിത്തന്ന ആഴമായ ആത്മീക വെളിപ്പാടുകൾ എത്രയോ ശക്തമാണ്. ദൈവഭക്തന്മാർക്ക് മനസ്സിലായി, ഈ ഭൂമിയിലെ ധനം അതൊന്നും ഒരു മനുഷ്യൻ്റെ മരണത്തിനപ്പുറം അവനെ രക്ഷിക്കുകയില്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് അതൊരിക്കലും സാധിക്കുകയില്ല. വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് വീണ്ടെടുപ്പിൻ്റെ വിലയെന്ന് പറയുന്നത്? പാപത്താൽ ദൈവത്തിൽ നിന്ന് തെറ്റി അകന്ന് പിശാചിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, അവൻ മരിക്കുമ്പോൾ ആ മരണപ്പെടുന്ന വ്യക്തിയുടെ അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തി പിശാചിൻ്റെ അധികാരത്തിലാണ്, പിശാചിൻ്റെ അധീനതയിലാണ്. അങ്ങനെ ഒരു കാലഘട്ടം മുഴുവനും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും, കാൽവറി ക്രൂശിൽ ആമേൻ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു യാഗമായി തീർന്നപ്പോൾ മരണത്തെ ജയിച്ച് അതേ ജയാളിയായി, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ പാതാളത്തിൻ്റെ പാശങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് 3-ാം നാൾ മരണത്തിൽ നിന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ അവിടുത്തെ കൈകളിലാണ്. യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പാതാളത്തിലേക്ക് ഒരുവൻ പോയാൽ അവിടെ നിന്ന് ഒരിക്കലും ഒരുവനൊരു തിരിച്ചു വരവില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം, അത് ഒരു ഉപമയല്ല, അതൊരു സംഭവം തന്നെയാണ്. അത് സംഭവമാണെന്ന് പറയാനുള്ള കാരണം, ഉപമകളിൽ എങ്ങും പേര് ഉപയോഗിച്ചിട്ടില്ല. ധനവാന്റെ പേര് എഴുതിയിട്ടില്ല, പക്ഷെ ലാസർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഭവമാണ്. 2 പേരും മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ ഈ ധനവാനെ സംബന്ധിച്ചിടത്തോളം പാതാളത്തിൽ യാതനാസ്ഥലത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പോകാനായിട്ട് പറ്റില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുവൻ ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും. മരണാനന്തരം ഒരു മാറ്റമില്ല. ആർക്കും മരണത്തിനപ്പുറം ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ചിലരൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്, ചിലരെയൊക്കെ കാണാതെ പോയിട്ടുണ്ട്. അപ്പം ആർക്കും കർമ്മങ്ങളാലോ ചടങ്ങുകളാലോ മരണത്തിനപ്പുറം ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലും ദൈവകൃപയിലും കർത്താവിനോടുള്ള ബന്ധത്തിലും ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയെ അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ മരണാനന്തരം ക്രിസ്തുവിനോടുകൂടെ വസിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് ബൈബിൾ പറയുന്ന കാര്യമാണ്. മറ്റാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചർച്ചകളിലേക്ക് പോകുന്നില്ല. പക്ഷേ ബൈബിൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുക. കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ കള്ളന്മാരിൽ ഒരുവൻ കർത്താവിനോട് പറഞ്ഞു, അവിടുന്ന് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. എന്താണ് ആ വാക്കുകൾ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നീ പാതാളത്തിലല്ല, നീ പറുദീസയിലാണ് പോകുന്നത്. അതായത് ഇന്ന് മരിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി, അവൻ പാതാളത്തിലേക്കല്ല അവൻ പോകുന്നത്, അവൻ ക്രിസ്തുവിനോടുകൂടെയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം. ദൈവഭക്തന്മാരുടെ എല്ലാം ആഗ്രഹം അതായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ രക്ഷിക്കപ്പെടാത്ത, ദൈവകൃപയെ അനുഭവിക്കാത്ത വ്യക്തി മരിക്കുമ്പോൾ, ഈ വീണ്ടെടുപ്പിൻ്റെ വിലയെ അനുഭവിക്കാത്തവൻ മരിക്കുമ്പോൾ അവൻ ഡയറക്റ്റ്ലി വീണ്ടും അവൻ പാതാളത്തിലേക്ക്, വേദനാസ്ഥലത്തേക്ക്, അല്ലെങ്കിൽ
ആ യാതനാ സ്ഥലത്തേക്ക്, ഷെയോൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അവിടെ പണമോ സൗകര്യങ്ങളോ പ്രതാപമോ ഒന്നുമില്ല. കാരണം വീണ്ടെടുപ്പിൻ്റെ വില കാൽവറി ക്രൂസിൽ യേശു കൊടുത്ത രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. മറുവിലയായി നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയത്. പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് തൻ്റെ രക്തമെന്ന് പറയുന്ന വില കൊടുത്ത് മാനവജാതിയെ മുഴുവനും അവിടുന്ന് രക്ഷിച്ചപ്പോൾ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണത്തിൽ നിന്നുള്ള എന്നേക്കുമുള്ള ജയം സാധ്യമാക്കി തീർത്തു. നമുക്കറിയാം, മോശയുടെ മരണത്തിനനന്തരമായി അദ്ദേഹത്തിൻ്റെ ആത്മീക ശരീരത്തെക്കുറിച്ചാണോ ഭൗതിക ശരീരത്തെക്കുറിച്ചാണോ എന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടി ഒരു വലിയ തർക്കം നടക്കുകയാണ്. ആ തർക്കം എന്താണെന്നുള്ളത് ബൈബിളിൽ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും ആ തർക്കത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, കാരണം ഒരു കൊലപാതകം അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇല്ലേ? അനുസരണക്കേട് വന്നുപോയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദൈവമനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ടി പൈശാചികമായ ശക്തികൾ അവകാശം പറഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുമ്പോൾ മീഖായേൽ പറയുകയാണ്, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ് ആമേൻ അവിടെ ഒരു വലിയ ജയത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് മറുരൂപമലയിലേക്കൊക്കെ വരുമ്പോൾ നമ്മളവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ മോശയെ കാണുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഹോശയ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13:14 മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഴിവുള്ള ഒരാൾ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വളരെ വേഗം മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പാതാളത്തിന് ആടുകളായി ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളാരും പാതാളത്തിൻ്റെ ആടുകളായി മാറാനുള്ളവരല്ല. നമ്മൾ ദൈവത്തിന് സ്തോത്രം, അതേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നാമോ അവൻ മേയ്ക്കുന്ന അവൻ്റെ ജനവും അവൻ്റെ കൈക്കലെ ആടുകളുമാകുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ ആടുകളായി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പാതാളത്തിൻ്റെ ആടുകളായി മാറാൻ ദൈവം സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മരണാനന്തരം എന്തെങ്കിലുമൊക്കെ വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നാലും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണെന്ന് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ഏറ്റവും ഒടുവിൽ മരണത്തോടുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ പിടിച്ചു കെട്ടിയിരുന്ന ഈ മരണത്തിൻ്റെ ശക്തി എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതെ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം, അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിവെക്കുന്നതിനുള്ളിൽ നാം രൂപാന്തരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളത്, ആമേൻ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളതായി മാറുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു കാര്യം സ്നേഹത്തോട് പറയട്ടെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വിശുദ്ധിയിലും ദൈവകൃപയിലും പരിശുദ്ധാത്മാവെന്ന മുദ്രയോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനും അകൃത്യം, ആമേൻ, തുടർന്ന് പിടിക്കുന്ന കുതികാലിനെ പിടിക്കുന്ന ദുഷ്കാലത്ത് ഭയപ്പെടേണ്ടതില്ല. പാതാളത്തിൽ നിന്ന് അവൻ എൻ്റെ അധികാരത്തിൽ നിന്ന് എൻ്റെ ജീവനെ വീണ്ടെടുക്കും. അടുത്തത് 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ എൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല, അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയില്ല. എന്തെങ്കിലുമൊക്കെ കയ്യേലോ കാലേലോ കഴുത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ സകലത് ഊരിയെടുപ്പിച്ചിട്ട് മാത്രമേ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ഞാനത് ഒത്തിരി ഇടത്ത് കണ്ടിട്ടുമുണ്ട്. മരിച്ച് കിടക്കുമ്പോഴും നെഞ്ചത്തടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദണ്ട കയ്യേലയും ഊരിക്കോ കഴുത്തേലയും ഊരിക്കോ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം മനുഷ്യൻ്റെ എല്ലാം കണ്ണുകൾ എങ്ങനെ ഒരു 10 രൂപ പോലും തന്നു വിടത്തില്ല, ആരും ഉണ്ടാകത്തില്ല. നമ്മുടെ കല്ലറയിൽ വന്ന് നിന്ന് കണ്ണുനീരൊക്കെ തുടച്ച് അയ്യോ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറുന്നവർ അവിടുന്ന് ലഘുഭക്ഷണമൊക്കെ കഴിച്ച് ചിരിച്ച് കൈ കൊടുത്ത് പിരിയുമ്പോൾ ആ കല്ലറയിൽ നമ്മൾ തനിച്ചാകുന്നൊരു ദിവസമുണ്ട്. എല്ലാവരും മറക്കും. ചിലപ്പോൾ ചില മനുഷ്യൻ്റെയൊക്കെ ഓർമ്മകളിൽ കുറച്ച് നാളുകൾ കണ്ണുനീരിൽ കുതിർന്ന ഓർമ്മകളിൽ നമ്മളൊക്കെ ഉണ്ടാകും.
പക്ഷെ പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറത്ത് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ ഒരു ബന്ധം ഈ ജീവിതത്തിനപ്പുറമല്ല, മരണത്തിന് അപ്പുറമാണ്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ അടക്കം ഉയർത്തെഴുന്നേൽപ്പ്, ഇതിൽ നമ്മൾ എഫേസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇറങ്ങി കയറി എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ ഭക്തന്മാരെ വീണ്ടെടുത്തപ്പോൾ ഇന്ന് ദൈവഭക്തന്മാർ മരിക്കുന്നവർ ക്രിസ്തുവിൽ മറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ പിതാക്കന്മാരോട് ചേരും. ഏറ്റവും ഒടുവിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. എന്ത് വിവേകമാണ് നമുക്കുള്ളത്? എന്ത് വിവേകമാണ്? ലോകത്തിൻ്റെ വിവേകം വേണ്ട എന്നുള്ളതല്ല, ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഈ ജ്ഞാനം പ്രാപ്യമല്ല. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ വിവേകമെന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ്, രക്ഷയെക്കുറിച്ചുള്ള ബോധ്യമാണ്, മനുഷ്യജീവിതത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം ക്ഷണികതയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. എല്ലാ തരത്തിലുള്ള ഭയങ്ങളും നമുക്ക് നീക്കിക്കളയാം. 49-ാം സങ്കീർത്തനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരുന്ന ആശയങ്ങൾ. ആമേൻ. ഞാൻ ഈ പാതാളവുമായിട്ട് ബന്ധപ്പെട്ട സത്യത്തിൽ സങ്കീർത്തന ധ്യാനമായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്തു പോയത്. കാരണം പാതാളം എന്ന് പറയുന്ന ഒരു ഒറ്റ ടോപ്പിക്ക് മാത്രമായിട്ട് നിന്നാൽ അത് എവിടെയാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. കോരഹ് കൂടെയുള്ളവരൊക്കെ ഭൂമി പിളർന്നു ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാതാളം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുമൊക്കെ ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ അതിനൊന്നും ഉള്ള ആ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ഈ കാര്യം ചിന്തിച്ചത്. ചില ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീണ്ടെടുപ്പിൻ്റെ വില പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഏവർക്കും കൃപ നൽകട്ടെ. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.